കള്ളൻ ഞാൻ തന്നെ, ആ കള്ളൻ ഞാൻ തന്നെ. അത് പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. റിനി ആൻ ജോർജ്, പത്രപ്രവർത്തകയായിരുന്ന ഇപ്പോൾ മോഡലായ നടിയായ റിനി ആൻ ജോർജിന്റെ തുറന്നു പറച്ചിലിൽ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. റിനി ആൻ ജോർജിന്റെ തുറന്നു പറച്ചിൽ വലിയ വിവാദമായി മാറി. അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞില്ല, പക്ഷേ സാധ്യതകളെല്ലാം പറഞ്ഞു. ഇതോടെ സൈബർ ഇടങ്ങൾ ആഘോഷമാക്കി മാറ്റി. ഇത് സോഷ്യൽ മീഡിയയുടെ വിജയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. ഒരുപാട് പേർ ഇനിയും പരാതിയുമായി വരാൻ നിൽപ്പുണ്ട്. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലിനോട് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അവരുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിച്ചു. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ആരാകും യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത അധ്യക്ഷൻ എന്നതിന് രണ്ട് ചോദ്യമില്ല. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വഹിക്കും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അബിൻ വർക്കിയിലേക്ക് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവിൻ്റെ വീഴ്ച ആരംഭിച്ചിരിക്കുന്നു. ഇതൊരു വമ്പൻ വീഴ്ച തന്നെയാണ്. ഷാഫി പറമ്പലിൻ്റെയും VD സതീശൻ്റെയും കൈപിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത്. പാലക്കാട് അന്തസ്സുള്ള ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയായത് റിനി ആൻ ജോർജിൻ്റെ വെളിപ്പെടുത്തലാണ്. റിനി ആൻ ജോർജ് സരിതയെ പോലെയോ സ്വപ്നയെ പോലെയോ തറ വെളിപ്പെടുത്തൽ നടത്തിയില്ല. വളരെ സ്റ്റാൻഡേർഡായി തന്നെ അവർ വെളിപ്പെടുത്തൽ നടത്തി. അവർ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞില്ല. പക്ഷേ അവർക്കെതിരെ രാഹുൽ ഫാൻസുകാർ സൈബർ ആക്രമണം നടത്തിയപ്പോൾ പേര് പറയും എന്നവർ വിളിച്ചു പറഞ്ഞു. അതോടെയാണ് നിൽക്കക്കള്ളിയില്ലാതായി മാറിയത് രാഹുൽ മാങ്കൂട്ടത്തിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നതാണ് പൊളിറ്റിക്സ് കേരളയുടെ ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് വളർന്നു വന്ന നേതാവായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അദ്ദേഹം. ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്നു അദ്ദേഹം. അങ്ങനെ കോൺഗ്രസിൻ്റെ യുവമുഖമായി, പ്രതീക്ഷയുള്ള യുവമുഖമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നു. അബിൻ വർക്കിയെ പോലെയുള്ള നേതാക്കളെ ചവിട്ടിത്താഴ്ത്തി രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകി നമ്മുടെ ഷാഫി പറമ്പിലും VD സതീശനും. ഷാഫി പറമ്പിൽ, VD സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം കോൺഗ്രസിൻ്റെ ശക്തിദുർഗമായി മാറി. ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് റിനി ആൻ ജോർജിൻ്റെ വെളിപ്പെടുത്തലിൽ വീണിരിക്കുന്നത്. വല്ലാത്തൊരു വീഴ്ചയായി പോയി. ഇനി പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇടതുപക്ഷവും BJPയും വലിയ പ്രതിഷേധം തന്നെ ഇതിനെ ചൊല്ലി ഉണ്ടാക്കും. പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിന് തുടരാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ചരിത്രം അതാണ് പറയുന്നത്. പെണ്ണ് കേസിൽ കുടുങ്ങിയവർ രാജിവെച്ച ചരിത്രമുണ്ട്. പണ്ട് ജനതാദളിലെ നീലലോഹിതദാസൻ നാടാർ നളിനി നെറ്റോയുമായുള്ള കേസിൽ രാജിവെച്ചിരുന്നു മന്ത്രിസ്ഥാനം. അങ്ങനെ പലതരത്തിലുള്ള മന്ത്രിസ്ഥാനം രാജിവെക്കൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ MLA ആണ്. MLA സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അങ്ങനെ വന്നാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പോകും എന്നുള്ളതും ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരെയും വഞ്ചിച്ചിരിക്കുകയാണ്. തന്നെ സ്നേഹിച്ചു വളർത്തിയ പ്രസ്ഥാനത്തെ, താൻ കൂടെ നിന്ന പ്രസ്ഥാനത്തെ അദ്ദേഹം വഞ്ചിച്ചിരിക്കുന്നു. റിനി ആൻ ജോർജ് പറഞ്ഞത് ഇനിയും ഒരുപാട് പെൺകുട്ടികൾ പരാതിയുമായി വരും എന്നാണ്. അത് മുന്നിൽ കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അതിനൊപ്പം മറ്റൊരു വാർത്ത കൂടി പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകും.